അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒരുപാട് മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. ശ്രീ വി മുരളീധരൻ പ്രസിഡൻ്റാവും, കെ സുരേന്ദ്രൻ തുടരും, MT രമേശ് ആകും, അതേപോലെ എൻ രാധാകൃഷ്ണനാകും, ശോഭാ സുരേന്ദ്രനാകും, അങ്ങനെ നിരവധി ആളുകളുടെ പേരുകൾ വന്നിരുന്നു. ഇതിലൂടെ ഒരു കാര്യം വ്യക്തമാകുന്നത്, ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കാൻ ഒരാളല്ല, രണ്ടാളല്ല, അനേകം നേതാക്കന്മാർ ഈ പാർട്ടിക്കകത്തുണ്ട് എന്നുള്ളതാണ്. ഒന്നുകൂടി പറയാനുള്ളത്, ഭാരതീയ ജനതാ പാർട്ടി നേതൃസമ്പന്നമായ പാർട്ടിയാണ്, നേതൃസമൃദ്ധമായ പാർട്ടിയാണ് എന്നതാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ സ്ഥാനാരോഹണം കേരള രാഷ്ട്രീയത്തിന് നൽകുന്ന സന്ദേശം. ഇവിടെ ഒന്നും രണ്ടും നേതാക്കന്മാർ ഈ വേദിയിലുണ്ട്, അതിലപ്പുറം നേതാക്കന്മാർ ഈ സദസ്സിലുമുണ്ട്. 1ാം നിര, 2ാം നിര, 3ാം നിര, 4ാം നിര, എത്ര നിര വേണമെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. ഇവരെല്ലാം നേതൃസരണിയിലേക്ക് വളർന്നു വന്നത് ഏതെങ്കിലും കുലമഹിമ കൊണ്ടല്ല, ആദർശത്തെ നെഞ്ചേറ്റിക്കൊണ്ട് ത്യാഗത്തോടെ, സഹനത്തോടെ, സമർപ്പണ ഭാവത്തോടെ പ്രവർത്തിച്ചതിലൂടെയാണ് ഇത്തരം നേതാക്കന്മാർ ഉയർന്നു വന്നിട്ടുള്ളത് എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സവിശേഷതയാണ്,